സോറി സോറി, വെരി വെരി സോറി സർ. സോറി, തലയ്ക്ക് നല്ല സുഖമില്ല, അതാ. ഞാൻ എപ്പോഴേ പറഞ്ഞതായി മൂതവിത്തുള്ള പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ എന്തായി? കരുതിക്കൂട്ടി ഞങ്ങൾ അവമാനിക്കുകയായിരുന്നല്ലേ? അയ്യോ അല്ല, ചേട്ടന്റെ പടം ടിവിയില്. കേശവൻ നായർ, കൃഷ്ണൻ, വേണു, എന്റതില്ലേ, ബെന്നി. ഈ ചിത്രങ്ങളിൽ കാണുന്ന 4 പേരെയും കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ കാക്കനാട് മാനസിക രോഗാശുപത്രിയിൽ നിന്നും കാണാതായിരിക്കുന്നു. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഭ്രാന്ത് ആശുപത്രിയിൽ നിന്നും TV സീരിയൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നു. ഭ്രാന്തില്ലെന്ന് മനസ്സിലായല്ലോ. അത് നായിയെ കൊണ്ടുവന്നപ്പോഴേ മനസ്സിലായി. സീരിയലിൽ ഞങ്ങളെ തന്നെ അഭിനയിപ്പിക്കണം. അതിന് ഞങ്ങൾക്ക് ഭ്രാന്തില്ലല്ലോ. നിങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഡയറക്ടറുടെ ഫോട്ടോ. അബ്ദുള്ള, വാസു, ബ്രൂണോ. ഭവനഭേദനം, കൊള്ള എന്നീ കുറ്റങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന 3 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇവരെ പിടിച്ചുകൊടുക്കുകയോ വിവരം നൽകുകയോ ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകുന്നതാണെന്ന് ജയിൽ IG അറിയിക്കുന്നു. അത് ഞങ്ങളുടെ ഫോട്ടോ അല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നിങ്ങോട്ട് വന്നേ സാർ. നമുക്കിനി ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ജയിലിൽ ഞാൻ ബ്രൂണോ ആണ്. തുരന്നു തീർന്നോ? ആ വട്ടന്മാരുടെ വീട് തുരന്നു തീർന്നോന്ന്? തീർന്നു. ഇനി താമസിപ്പിക്കണം. പോലീസ് അന്വേഷണം തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ആ വട്ടന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കണം. ആ ഡാൻസുകാരി പെണ്ണും അവിടെ ഇല്ല. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, പകല് തന്നെ സംഭവം നടത്തിക്കളെ. ഞാനിത് അങ്ങോട്ട് വിടുന്നു. പറയാം എല്ലാം പറയാം. Room number 406. Thank you. Benny. ഈ ഡോക്ടർമാർക്ക് എന്താ താഴെ ഇരുന്നാലും ചോദിക്കാം. ആരെങ്കിലും കണ്ടാ നമുക്ക് ചോദിക്കാം. ഈ അടി ഇടിയായിട്ട് നോക്കുന്ന വാർഡ് ഇതാണോ? അല്ല, ഇത് പ്രസവ വാർഡാ. മറ്റേത് മുകളിലാ. സുന്ദരി. എന്റെ അമ്മേ, നിക്കടാ അവിടെ. അയ്യോ ചേട്ടാ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഞാൻ ബാലേട്ടനെ അന്വേഷിച്ച് നടക്കായിരുന്നു. വാ ഇങ്ങോട്ട് വന്നേ, പറയട്ടെ.
അയ്യോ ബെന്നി ഡ്രൈവറെ ഡ്രൈവർ ഒന്ന് നിർത്ത് ഈ ടാക്സി പോ. ഏതാ സ്റ്റാർട്ട് ചെയ്തോ നിർത്ത് ഞങ്ങളും കൂടെ വരുന്നു വാ, വേഗം വേഗം. വേഗം പോ ആ ആംബുലൻസിന്റെ പുറകെ വിട്ടോ. ആ വിട്ടോ 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 എനിക്ക് സഹിക്കണില്ലേ എന്റെ മോനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരമാ കാണിക്കണ്ടെന്ന് അപ്പോഴേ പറഞ്ഞതാ. ഇനി താമസിപ്പിക്കണ്ട, പള്ളിയിലേക്ക് കൊണ്ടുപോകാം. അയ്യോ അസല് ബ്രേക്ക്. അയ്യോ റോഡ് നിറയെ വെള്ളമാ, നമുക്ക് വള്ളത്തിൽ പോവാം. തിരിച്ചുവിട്. ആ പോട്ടെ പോട്ടെ പോട്ടെ. നിർത്ത് 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 എവിടെ? ചവിട്ടി വിടെ. ലൈസൻസ് ഇല്ലാതെ കയറി ഇരിക്കുവാ. ഡോക്ടറുടെ തലയ്ക്കൊരു അടി കിട്ടി. അല്ല, ഇവന്റെ തലയ്ക്കൊരു അടി കിട്ടി. കൊണ്ടുവരാൻ ഇത്ര താമസിച്ചെന്താ? അടി കിട്ടിയാലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. സോറി, ഇയാള് മരിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ബെന്നി എന്തി? അവനെ കുഴിച്ചിട്ട് കാണും. നമുക്ക് അങ്ങോട്ട് പോവാം. കള്ളച്ചവം. ജീവനുള്ള ആളാണ്. അച്ചോ കരുണ കാണിക്കണം. നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് അത്. അച്ചോ മൂടല്ലേ. സുഹൃത്തുക്കളെ ഒന്ന് വഴിമാറി തന്നെ. അച്ചോ അച്ഛനെവിടെ? അച്ചോ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡി, ഇത് നിങ്ങളുടെ ഡെഡ് ബോഡി. ഇതിന് ജീവനുണ്ട്, ഇനി ജീവനില്ല. ഞങ്ങളൊന്ന് ഇറങ്ങിയെടുത്തോട്ടെ. പക്ഷെ എന്നാലും അച്ഛന് ഇത് എങ്ങനെ തോന്നി അച്ഛാ? അങ്ങോട്ട് മാറിയുന്നേ, അങ്ങോട്ട് മാറിയുന്നേ. ഒന്ന് മാറി നിൽക്കുക സഹോദരങ്ങളെ. നല്ല പൊസിഷനിൽ കിടത്തിയോ? സോറി സോറി ഏട്ടാ. അച്ഛാ ഞങ്ങൾ പോണേ. താങ്ക്സ്. കണ്ടോർന്നു കണ്ടോർന്നു. കുറച്ച് നിങ്ങളൊക്കെ ആരാ? ബെന്നി, നീ ഞങ്ങളൊക്കെ മറന്നു. ഞാൻ കേശു. ഞാൻ കൃഷ്ണൻ. എന്ത് വേണം? എന്തായത്? ആംബുലൻസ്. ആരാ മരിച്ചത്? നീയാ? എഴുന്നേക്കടാ ഇങ്ങോട്ട്. ചേട്ടാ ചേട്ടാ ചേട്ടൻ മിണ്ടായി, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് മാറിയുന്നേ, ഒന്ന് എഴുന്നേക്ക്. ചേട്ടാ നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അയ്യോ വീട് കിടക്കുന്നു. വീടോ? എന്തിനു പറഞ്ഞു? എല്ലാം പറയാം, കേറ് കേറ്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. എല്ലാവരും വളരെ സീരിയസ് ആണ്. രണ്ടുപേരും അത് വഴി, രണ്ടുപേരും ഇത് വഴി.